മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസി മാത്രമല്ല, ഒരുപാട് ഉദ്യോഗസ്ഥർ, കേരള പോലീസിലെ ഉദ്യോഗസ്ഥരും അടക്കം എത്തിയിട്ടുണ്ട്. റാണയുടെ കേരള ദർശനത്തിലെ ചില നിർണായകമായ സൂചനകൾ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ തീവ്രവാദത്തിന്റെ വേരുകൾ NIA ചികഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥരും ഡൽഹിയിലെത്തുന്നത്. DIG, SP റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ് എത്തിയത്. ഇവർ NIA ആസ്ഥാനത്ത് റാണയുടെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമാണ്. കൊച്ചിയിലും ആക്രമണ പദ്ധതി റാണ തയ്യാറാക്കിയിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിനെത്തിയ അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ സാഹചര്യത്തിലാണ് കൊച്ചി അടക്കമുള്ള ആക്രമണ പദ്ധതികൾ നടക്കാതെ പോയത്. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തിനു മുമ്പ് റാണ ഭാര്യ സംറാ സക്തർക്കൊപ്പം കൊച്ചി സന്ദർശിച്ചു. നവംബർ 11 മുതൽ 21 വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തപ്പോഴാണ് കൊച്ചിയിലും എത്തിയത്. കൊച്ചിക്ക് പുറമെ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും റാണ പോയിരുന്നോ? ആരെയൊക്കെ ബന്ധപ്പെട്ടു? താമസത്തിനും യാത്ര ചെയ്യുന്നതിനും വേണ്ടി സഹായം നൽകിയത് ആരാണ്? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഇനിയും ലഭിക്കാനുണ്ട്. ഭീകരവാദ റിക്രൂട്ട്മെന്റിനും മുംബൈ ഭീകരാക്രമണത്തിനും വേണ്ടുന്ന തയ്യാറെടുപ്പുകൾക്കുമൊക്കെയായിട്ടായിരുന്നു റാണയുടെ സഞ്ചാരം എന്ന് NIA തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലെ താജ് റെസിഡൻസിയിലാണ് റാണ താമസിച്ചത്. മുംബൈയിൽ ഭീകരാക്രമണം നടന്നതും താജ് ഹോട്ടലിൽ തന്നെയാണ്. റാണയ്ക്ക് ഇന്ത്യയിൽ സഹായം ചെയ്ത ആളിനെ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഇത് NIA സ്ഥിരീകരിച്ചിട്ടില്ല. താജ് ഹോട്ടലിലെ CCTV അടക്കം പരിശോധിക്കുന്നത് പരിഗണനയിലുണ്ട്. ഏറെ നാളായതുകൊണ്ട് തന്നെ ഈ വീഡിയോകൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നതും രണ്ടാമത്തെ ചോദ്യമാണ്. കൊച്ചിയിലെ താജിൽ റാണ താമസിച്ചത് ഹോട്ടലിന്റെ രൂപരേഖ മനസ്സിലാക്കാനാണ് എന്നും സൂചനകളുണ്ട്. ദാവൂദ് ഇബ്രാഹിമുമായി അടുത്ത ബന്ധം റാണയ്ക്കുണ്ട് എന്നാണ് NIA മനസ്സിലാക്കുന്നത്. D കമ്പനിയുമായി റാണയ്ക്കുള്ള ബന്ധം തന്നെയാണ് NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടും ഭീകരനായ സാജിദ് മീറുമായിട്ടുള്ള ബന്ധം റാണ മൊഴിയിലൂടെ ഉറപ്പിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ ത്വയ്ബ സ്ഥാപകനായ ഹഫീസ് സയ്യിദിന്റെ അടുത്ത അനുയായി കൂടിയാണ് സാജിദ് മീർ. സാജിദ് മീറുമായി നിരന്തരം റാണ ബന്ധപ്പെട്ടിരുന്നു. ഫോണിലൂടെയായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത്. ഇതിനോടൊപ്പം തന്നെ ദുബൈയിൽ ISI ഏജന്റുമാരെയും റാണ ദുബൈയിൽ കണ്ടിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിമിന്റെ നിർദ്ദേശപ്രകാരമാണ് മുംബൈയിലെ താജിലടക്കം തീവ്രവാദ ആക്രമണം നടത്തിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റാണയുടെ കൊച്ചി സന്ദർശനം അടക്കമുള്ള സുപ്രധാനമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അജ്മൽ കസബിന്റെ അറസ്റ്റോടുകൂടി പല തീവ്രവാദ ആക്രമണത്തിൽ നിന്നും സംഘത്തിന് പിന്മാറേണ്ടി വന്നു എന്നതാണ് സൂചന. മുംബൈ ആക്രമണത്തിന് മുമ്പ് റാണ ദുബൈയിൽ കണ്ടുമുട്ടിയ ദുരൂഹ വ്യക്തിയെക്കുറിച്ചും NIA അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തെക്കുറിച്ച് അയാൾക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് അമേരിക്കൻ ഏജൻസികൾ നൽകിയ രേഖകളിൽ നിന്നും NIAക്ക് ലഭിച്ച വിവരം. അതിനോടൊപ്പം കൊച്ചിയിൽ റാണയെ കണ്ടയാൾക്കും ആക്രമണം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. കേസിൽ നിരോധിത സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയും നിരീക്ഷണത്തിലാണ്. മുംബൈ ആക്രമണം അതിന്റെ മുഖ്യ സൂത്രധാരൻ പാകിസ്ഥാനി വംശജനായ US പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന ദാവൂദ് സയ്യിദ് ഗിലാനി എന്ന വ്യക്തിയാണ്. അയാൾ നിരന്തരം ബന്ധപ്പെട്ടതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 2008 ആക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ റാണ യാത്ര നടത്തിയിരുന്നു. കൊച്ചിയിൽ ഒന്നിലധികം തവണ വന്നു. കൊച്ചിയിൽ റാണ കണ്ട വ്യക്തിയാണ് NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് വിവരം. അബ്ദുൽ നാസർ മദനിയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി ബസ് കത്തിക്കൽ തീവ്രവാദ കേസിൽ ജയിലിൽ കഴിയുന്ന തടിയന്തവിടെ നസീറുമായി ബന്ധമുള്ള വ്യക്തിയാണ് ഇയാള്. ഇന്ത്യയിൽ റാണയുടെ യാത്രകൾക്കെല്ലാം സൗകര്യം ഒരുക്കിയതും ഇയാൾ തന്നെയാണ് എന്നാണ് NIA വൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇക്കാര്യങ്ങൾ NIA സ്ഥിരീകരിക്കുന്ന തെളിവുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നത് രണ്ടാമത് പറയുമത്രേ. കസ്റ്റഡിയിലുള്ള വ്യക്തി മലയാളിയാണോ എന്നതും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടില്ല. 2008 നവംബർ 13 21 മധ്യേ
ഭാര്യ സമ്രാസ് അക്തറിനൊപ്പം റാണ ഡൽഹി, കൊച്ചി, അഹമ്മദാബാദ്, മുംബൈ, ആഗ്ര, ഹാപൂർ ഈ നഗരങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. അവിടങ്ങളിലൊക്കെയും ഭീകരാക്രമണത്തിന് മുന്നോടിയായിട്ടുള്ള നിരീക്ഷണമാണോ നടന്നത് എന്നറിയാൻ റാണയുടെ യാത്രാരേഖകൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ജയ റോയിയുടെ നേതൃത്വത്തിലുള്ള NIA സംഘമാണ് റാണയെ ചോദ്യം ചെയ്യുന്നത്. തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിലെത്തിയത് കേരളം തകർക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ്. കൊച്ചിയിലാണോ ബോംബ് വെക്കേണ്ടത്, അതോ കേരളത്തിന്റെ ഏത് ഭാഗത്താണ് വെക്കേണ്ടത് എന്ന് കൃത്യമായി അവിടുത്തെ ഭൂമിശാസ്ത്രം ഒന്നറിയണമായിരുന്നു. ആ നാട്ടിൽ തന്നെ അവർക്ക് സഹായികളായി ആളും കൂടി ഉണ്ടെങ്കിൽ പറയാനുമില്ല. ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ റാണയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തത് വഴി പല നിർണായക വിവരങ്ങളും പുറത്തു വരുമെന്നത് ഉറപ്പായിരുന്നു. ഇപ്പോഴത്തെ റാണയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ദേശീയ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയത് നിർണായക വിവരങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ. ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ദില്ലി കോടതിയുടെ ഉത്തരവ് പ്രകാരം റാണയുടെ വൈദ്യപരിശോധന ഉറപ്പാക്കാനും അഭിഭാഷകനെ കാണാൻ അദ്ദേഹത്തെ അനുവദിക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന്. നമ്മുടെ നാട്ടിൽ ഇത്തരം ഭീകരന്മാർക്ക് ഭയങ്കരമായിട്ടുള്ള പരിഗണനകളാണ് ലഭിക്കുന്നത് NIA വൃത്തങ്ങൾ പറഞ്ഞു. CGO കോംപ്ലക്സിലെ ഭീകരവിരുദ്ധ ഏജൻസിയുടെ ആസ്ഥാനത്തെ അതീവ സുരക്ഷാ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ കാവലുണ്ട്. റാണയുടെ കൊച്ചി സന്ദർശനം അടക്കം നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് തഹാവൂർ റാണ ദുബായിൽ കണ്ടുമുട്ടിയ ദുരൂഹ വ്യക്തിയെക്കുറിച്ച് NIA അന്വേഷണം ആരംഭിച്ചു. ഭീകരാക്രമണത്തെക്കുറിച്ച് ഇയാൾക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നെന്നാണ് US അന്വേഷണ ഏജൻസികൾ നൽകിയ രേഖകളിൽ നിന്ന് NIAക്ക് ലഭിച്ച വിവരം. ഇതിനൊപ്പം കൊച്ചിയിൽ റാണയെ കണ്ടയാളും എല്ലാം അറിഞ്ഞിരുന്നു. മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ശേഖരിച്ച വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ റാണയെ ചോദ്യം ചെയ്യുന്നത്. മറ്റൊരു സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി നിരന്തരം ഇയാൾ ബന്ധപ്പെട്ടതായുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറയുന്നത്. 2008 ആക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ യാത്ര നടത്തിയതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ റാണ പലവട്ടം വന്നിരുന്നു. കൊച്ചിയിൽ റാണ കണ്ടയാളെ NIA കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. നിരോധിത സംഘടനയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് നിരീക്ഷണത്തിലുള്ളത്. തീവ്രവാദ കേസിൽ ജയിലിലുള്ള തടിയന്റെ വീട് നസീറുമായി ബന്ധമുള്ള വ്യക്തിയാണ് NIAയുടെ കസ്റ്റഡിയിലുള്ളതെന്നും സൂചനയുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും NIA പുറത്തുവിട്ടിട്ടില്ല. മലയാളിയാണോ കസ്റ്റഡിയിലുള്ളതെന്നും വ്യക്തമല്ല. ഇന്ത്യയിലെ റാണയുടെ യാത്രകൾക്കെല്ലാം ഇയാൾ സൗകര്യം ഒരുക്കിയെന്നാണ് സൂചന. ദുബായിൽ റാണ ബന്ധപ്പെട്ടത് ആരെയാണെന്നും മുംബൈ ഭീകരാക്രമണത്തിൽ അയാളുടെ പങ്കെന്താണെന്നും അന്വേഷിച്ചു വരുന്നതായി NIA സ്ഥിരീകരിച്ചു. ഉടൻ ഒരു ഭീകരാക്രമണം നടക്കുമെന്നും അതിനാൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്നും ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ദാവീദ് ഗിലാനി 2008 റാണയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി NIA വൃത്തങ്ങൾ വ്യക്തമാക്കി. ഹെഡ്ലിയാണ് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള ദുരൂഹ വ്യക്തിയുമായി ദുബായിൽ റാണയ്ക്ക് കൂടിക്കാഴ്ച ഒരുക്കിയത്. ഭീകരാക്രമണം ആസന്നമാണെന്ന വിവരം റാണയെ അറിയിച്ചതും ഇയാൾ മുഖേനയാണ്. ദുബായിൽ റാണ കണ്ടയാൾക്ക് പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും NIA അന്വേഷിച്ചു വരുന്നു. ഹെഡ്ലിയുടെ പാശ്ചാത്യ പരിവേഷവും US പാസ്പോർട്ടും ഇന്ത്യയിൽ സുഗമമായി സഞ്ചരിക്കാൻ വഴിയൊരുക്കി. ഈ സാധ്യത മുതലെടുത്താണ് മുംബൈയിലെ പ്രധാന കേന്ദ്രങ്ങൾ ചുരുക്കത്തിൽ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതിനകത്ത് കുരുങ്ങും എന്നത് യാഥാർത്ഥ്യമാണ്. എന്താണ് ഡി കമ്പനിയിലെ ദാവൂദ് ഇബ്രാഹിമുമായി റാണയ്ക്കുണ്ടായിരുന്ന ബന്ധം? അബ്ദുൽ നാസർ മദനി, തടിയന്റെ അവിടെ നസീർ, പോപ്പുലർ ഫ്രണ്ട്, ദുബൈ കണക്ഷൻ, കൊച്ചിയിലെ മലയാളികൾ, റാണയെ വന്ന് കണ്ട ജഡ്ജി, മലയാളി ജഡ്ജി തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളുടെ ചുരുളുകൾ അഴിയേണ്ടതുണ്ട്. കേരളം കത്തിക്കാൻ പ്ലാൻ ചെയ്ത ഈ ഭീകരന് കേരളത്തിനകത്ത് തന്നെ ആരാണ് സഹായം ഒരുക്കിയത് എന്നും പുറത്തു വന്നേ തീരൂ. നന്ദി.